ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗാഥാസ് കലാഹാട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിരട്ട വെച്ച് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു ക്രാഫ്റ്റ് വർക്കാണ്. നവരാത്രി സ്പെഷ്യലായിട്ടൊരു ഡോർ ഹാങ്ങിങ് ആണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ലിപ്പൻ ആർട്ട് രീതിയിലാണ് ഞാൻ ഈ ഹാങ്ങിങ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹാങ്ങിങ്ങിൽ നമ്മൾ വൈറ്റ് കളർ കാണുന്നിടത്ത് ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ വേറൊരു ലുക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഈസി ഡോർ ഹാങ്ങിങ് ചെയ്തെടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ നല്ല ഷേപ്പിലുള്ള ഒരു ചിരട്ടയാണ്. ഇപ്പം ചിരട്ട ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബോൾ മുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഹെമിസ്ഫിയറിക്കൽ ഷേപ്പിലുള്ള എന്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഈ ചിരട്ടയുടെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ചിരട്ടയുടെ മുകൾ ഭാഗം സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം ഒന്ന് മിനുസപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു നൂൽക്കമ്പി ആവശ്യമുണ്ട്. ഇനി ഈ നൂൽക്കമ്പി കയറ്റണമെങ്കിൽ ചിരട്ടയ്ക്ക് ഒരൽപ്പം ഹോള് വേണം. നമുക്ക് ഈ ചിരട്ടയുടെ മുകൾ ഭാഗത്ത് 2 ഹോൾ ഇട്ട് കൊടുക്കണം ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഈ നൂൽക്കമ്പി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. അതിനായിട്ട് ഞാൻ ആദ്യം നമുക്ക് കൊളുത്തിയിടണമല്ലോ, അപ്പം അതിന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമാണ് ഞാനിവിടെ വളച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇതുപോലെയൊരു മുത്തുണ്ടെങ്കിൽ നമുക്ക് കയറ്റി കൊടുക്കാം. ഈ മുത്തിങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം നമുക്കിത് നൂൽക്കമ്പി ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചിട്ട് ഇതിൻ്റെ 2 ഭാഗം 2 കമ്പി ഉണ്ടല്ലോ അത് രണ്ടും ആ ചിരട്ടയുടെ 2 ഹോളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം. എന്നിട്ട് താഴത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് ഉറപ്പിച്ചിട്ട് താഴെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കറക്കിയെടുക്കാം. ഇതവിടെ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കമ്പിയുടെ അറ്റം വന്ന് ഒരു റിങ് പോലെ അല്ലെങ്കിൽ ഒരു സർക്കിൾ രീതിക്ക് നമുക്ക് കൊണ്ടുവന്ന് ചുറ്റി വെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമുക്കിവിടെ എന്തെങ്കിലും ഹാങ്ങിങ് വരുമല്ലോ, അപ്പോൾ അത് തൂക്കിയിടാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മളിതുപോലെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ നൂൽക്കമ്പി ഒരു ഹാങ്ങിങ് അത് ഇത്രയും മുകൾ ഭാഗവും താഴ്ഭാഗവും നമ്മൾ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് വാൾപുട്ടിയാണ്. ഒരൽപ്പം വാൾപുട്ടി എടുത്തിട്ട് അതിലേക്ക് അല്പം വെള്ളം കൂടി നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയ പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നമുക്കിത് ഈ കോക്കനട്ട് ഷെല്ലിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. ചിരട്ട ശരിക്ക് മിനുസപ്പെടാതിരിക്കുകയോ എന്തെങ്കിലും പരുക്കൻ ഭാഗങ്ങൾ അതിലുണ്ടെങ്കിലോ അതൊക്കെ ഒന്ന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാൾപുട്ടി പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അത് മാത്രമല്ല, വാൾപുട്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിന് നല്ലൊരു വൈറ്റ് ടെക്സ്ചർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഇത് വാൾപുട്ടി ഇല്ല എങ്കിൽ നമുക്ക് പകരമായിട്ട് വൈറ്റ് ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് ഒരു ഔട്ടർ കോട്ട് ചിരട്ടയ്ക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിതുപോലെ കുറേശ്ശെയായിട്ട് വാൾപുട്ടി ചിരട്ടയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ഫയലിൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു എക്സ്റേ ഫിലിമിൻ്റെ പീസോ എടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിരട്ടയുടെ പുറത്തുള്ള വാൾപുട്ടി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയതിനു ശേഷം ഒന്നും കൂടെ സ്മൂത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്മൂത്ത് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചിരട്ട സർഫസ് നന്നായിട്ട് റെഡി ആയതിനു ശേഷം നമുക്കൊരു പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാറ്റേൺ ഈ ചിരട്ടയുടെ മുകളിൽ നമുക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. ആദ്യം ഇവിടെ റെഡ് ഫാബ്രിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ഗ്രീനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓറഞ്ച് കളർ ഫാബ്രിക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. ഇനി
ഞാനിവിടെ പെയിൻറ്റ് ചെയ്യുന്നത് മജന്ത കളറ്, നീല കളറ്, പിന്നെ യെല്ലോ കളറ്. ഈ കളേഴ്സ് എല്ലാം ഒന്ന് ഡ്രൈ ആകട്ടെ. അപ്പോഴേക്കും നമുക്ക് ഹാങ്ങിങ്ങിൻ്റെ രണ്ടാമത്തെ ഭാഗം ചെയ്തു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു തെർമോക്കോൾ പീസാണ്. ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന തെർമോക്കോൾ പീസ്. അതിൽ നമ്മൾക്ക് ഇതുപോലെ 2 ഹോൾസ് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുട്ടി പേസ്റ്റ് നമുക്കിതിൽ തേച്ച് കൊടുക്കാം. പുട്ടി പേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വാൾ പുട്ടിയും വെള്ളം കൂടെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് നല്ല ഈവനായിട്ട് എല്ലാ ഭാഗത്തും തെർമോക്കോളിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ഹോൾ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ ലിപ്പൻ ആർട്ടാണ് ഈ ചിരട്ടയുടെ മുകളിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചാനലിൽ ഇതിന് മുമ്പും ഒരു ലിപ്പൻ ആർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ഈ പൈപ്പിങ്ങിൻ്റെ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ പൈപ്പിംഗ് ബാഗിനകത്ത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പുട്ടി പേസ്റ്റിനകത്തേക്ക് ഞാൻ 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഫെവിക്കോൾ MR ആണ്. കുറച്ച് ഫെവിക്കോൾ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു പശിമയായിരിക്കും. പെട്ടെന്നൊന്നും പുട്ടി അടർന്ന് വീഴത്തില്ല. നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് 2 സ്പൂൺ പേസ്റ്റ് കോണിലേക്ക് നമുക്ക് നിറയ്ക്കാം. നമുക്ക് വാൾപുട്ടിക്ക് പകരമായിട്ട് 3D ഔട്ട്ലൈനേഴ്സ് ഇപ്പം കടകളിൽ അവൈലബിൾ ആണല്ലോ. 3D ഔട്ട്ലൈനേഴ്സ് ഏത് കളറിലുള്ളത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നത് സിൽവർ കളറും അല്ലെങ്കിൽ ഗോൾഡ് കളറും ഒക്കെയാണ്. ഇനി നമുക്ക് പൈപ്പിംഗ് കോണ് ഇതുപോലെ ടൈറ്റാക്കി സെറ്റ് ചെയ്യാം. ഇവിടെ ഞാനൊരു സെല്ലോ ടേപ്പ് ഉപയോഗിച്ചു, പക്ഷേ അതവിടെ കൃത്യമായിട്ട് ഇരുന്നില്ല. അതുകൊണ്ട് ബ്രൗൺ കളറിലുള്ള കുറച്ച് വലിപ്പമുള്ള സെല്ലോ ടേപ്പാണ് ഞാനിവിടെ ചുറ്റിയിരിക്കുന്നത്. അതിൻ്റെ മുകളിലൂടെ ഞാനിതുപോലത്തെ ഒരു റബ്ബർ ബാൻഡും കൂടെ ചുറ്റുന്നുണ്ട്. നന്നായിട്ട് ടൈറ്റായിട്ട് കോണിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പൈപ്പിംഗ് കോണിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഈ പൈപ്പിംഗ് കോൺ വെച്ചിട്ട് ചിരട്ടയുടെ മുകളിൽ വരച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡിസൈൻസും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആകട്ടെ. അപ്പോഴേക്കും നമുക്ക് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന തെർമോക്കോൾ കുറച്ച് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഈ തെർമോക്കോളിൻ്റെ പീസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് റെഡ് ഫാബ്രിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ പെയിൻ്റ് ഒന്ന് ഉണങ്ങട്ടെ. അപ്പോഴേക്കും നമുക്ക് ഉണങ്ങി എടുത്തിരിക്കുന്ന നമ്മുടെ ചിരട്ടയുടെ മുകളിലേക്ക് കുറച്ച് വർക്കും കൂടെ ചെയ്ത് കൊടുക്കാം.
ഇതും കൂടെ ഒന്ന് ഉണങ്ങട്ടെ. അപ്പോഴേക്കും നമ്മുടെ റെഡ് കളർ തെർമോക്കോൾ പീസ് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലും ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ നടുക്കായിട്ട് വെൽക്കം എന്നോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് എഴുതാൻ ആഗ്രഹം നമുക്കത് എഴുതി കൊടുക്കാം. ഞാനിവിടെ നവരാത്രി സ്പെഷ്യൽ അല്ലേ, അതുകൊണ്ട് തന്നെ ശ്രീ എന്നും ഒരു സൈഡിൽ ഓം എന്നുമാണ് എഴുതി കൊടുക്കുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ടും ഞാൻ ഇതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചിരട്ടയിൽ അപ്ലൈ ചെയ്തിരുന്ന പുട്ടി പേസ്റ്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഒട്ടും തന്നെ ഇളകിപ്പോരുകയോ പൊടിഞ്ഞു പോരുകയോ ഒന്നും ചെയ്യില്ല. കാരണം നമ്മൾ എണ്ണയും ഫെവിക്കോളും കൃത്യമായിട്ടുള്ള അളവിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ലിപ്പൻ ആർട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇതുപോലത്തെ ചെറിയ മിററുകൾ. നമുക്ക് മിററൊക്കെ ഇഷ്ടമുള്ള ഡിസൈനിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പശയുടെ പേര് B7000 എന്നാണ്. ഇത് പെട്ടെന്ന് ഒട്ടുന്ന ഒരു തരത്തിലുള്ള പശയാണ്. നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇതിന് പകരമായിട്ട് നമുക്ക് ഫെവിക്കോൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഉപയോഗിക്കാം, ഫെവിക്വിക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പശ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ചിരട്ട പുറത്തെ ലിപ്പൻ ആർട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് തെർമോക്കോളിൻ്റെ മുകളിലും മിറേഴ്സ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. B7000 എന്നുള്ള ഈ പശ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വളരെ ഹെൽപ്ഫുള്ളാണ്. പെട്ടെന്ന് ഒട്ടി കിട്ടുന്ന ഒരു തരത്തിലുള്ള നല്ലൊരു അഡ്ഹസീവാണ് B7000. ഇനി നമുക്ക് ഇതൊന്ന് ഹാങ് ചെയ്യണമല്ലോ. അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹോളിട്ട് കൊടുത്തിരുന്നല്ലോ, ആ ഹോളിലൂടെ ഇതുപോലെ കെട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ ചിരട്ടയ്ക്കകത്തും ഇതുപോലെ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹുക്കിൻ്റെ അകത്തുകൂടെ നമുക്ക് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. ഏകദേശം ഒരു നീളം കണക്കാക്കിയിട്ട് നമ്മൾ ഇത് ടൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്വശത്ത് എന്തെങ്കിലും വേണമല്ലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ നമ്മുടെ സ്റ്റിച്ചിങ് നൂല് തന്നെയാണ്. എന്നിട്ട് ആ നൂല് ഇതുപോലെ ഏതെങ്കിലും ഒരു ബോക്സിലോ ഏതെങ്കിലും ഒരു സർഫസ് നമുക്കിതുപോലെ ചുറ്റിയെടുത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഹാങ് ചെയ്യാനുള്ള രീതിക്ക് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്കൊരു ചീപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ലെവലാക്കി കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ബെൽ ഷേപ്പിലുള്ളൊരു മെറ്റൽ പീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതില്ല എങ്കിൽ പോലും ഇതേ ഷേപ്പിലുള്ള എന്തെങ്കിലും കാര്യം നമ്മുടെ കൈ കിട്ടും. അത് നമുക്ക് ഇതുപോലെ ഗോൾഡൻ പെയിൻറ്റ് അടിച്ചെടുക്കാവുന്നതാണ്. അതിനുള്ളിലൂടെ നമുക്ക് ഈ നൂല് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം.
എന്നിട്ടൊരു കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെ നൂലിൻ്റെ അറ്റം ഒന്ന് ഈവനാക്കി കൊടുക്കാം. എന്നിട്ട് അതൊന്നും കൂടെ നമുക്ക് ചീപ്പ് ഉപയോഗിച്ചിട്ട് ചീകി വൃത്തിയാക്കിയെടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടെ നമ്മൾ ആ തെർമോക്കോളിൻ്റെ താഴത്തെ ഹോളിലൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇത്രയും ചെയ്ത് ആ ചിരട്ടയുടെ ഉൾഭാഗം കൂടെ അത്യാവശ്യം നല്ലൊരു കളറും കൂടെ അടിക്കുകയാണെങ്കിൽ, ഞാനിവിടെ കോപ്പറാണ് അടിച്ചിരിക്കുന്നത്, ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. താങ്ക്